കൊച്ചിൻ കലാഭവന്റെ ആദ്യകാല മിമിക്രി പ്രോഗ്രാമുകളിലൂടെ ശ്രദ്ധേയനായി ഞങ്ങളെല്ലാം ഗുരുതുല്യനായി കാണുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട KS പ്രസാദിയൻ. സാർ നമസ്കാരം. നമസ്കാരം. ഒരുപാട് കലാകാരന്മാരെ ഉയർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ആരുയർത്തി? അല്ല, ഞാൻ ആരും ഉയർത്തിയിട്ടൊന്നുമില്ല, ചുമ്മാ ആളുകൾ പറയണേന്ന്. ഞാൻ സ്റ്റേജ് ഷോ ചെയ്യുന്നു, അപ്പോൾ എനിക്ക് ആർട്ടിസ്റ്റുകളെ വേണം. അപ്പോൾ കൊള്ളാവുന്ന ആർട്ടിസ്റ്റുകളെ ഞാൻ വിളിച്ചുകൊണ്ടിരും. പിന്നെ എനിക്ക് ഒരു പരിപാടിക്ക് പോകുമ്പോൾ, ചെറിയ ബഡ്ജറ്റിൽ പോകുമ്പോൾ എനിക്ക് കോട്ടയം നസീറിനെ വിളിക്കാൻ പറ്റുമോ? ഇല്ല. രമേശ് പിഷാരനെ വിളിക്കാൻ പറ്റുമോ? അവരെ വിളിച്ചാൽ കുറച്ച് പൈസ കൂടുതൽ. അപ്പോൾ പുതിയ ആളുകളെ വിളിക്കും. അപ്പോൾ മനോജ് ഗിന്നസിനെ വിളിക്കുന്നു, മനോജ് ഗിന്നസ് അല്ല മനോജിനെ വിളിക്കുന്നു, ഉണ്ണിയെ വിളിക്കുന്നു, അല്ലെങ്കിൽ മുരളിയെ വിളിക്കുന്നു. ഇതിൽ കഴിവുള്ളവരൊക്കെ രക്ഷപ്പെട്ടങ്ങ് പോകും, കഴിവില്ലാത്തവർ രക്ഷപ്പെടുന്നില്ല. അപ്പോൾ പറയും ഞാനാ പൊക്കിയെന്ന് പറയും. ആ പറഞ്ഞതിലൊരു സത്യം എനിക്ക് പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ വളരെ ഒരു സത്യമാണ്. കാരണം ഞാനും ഉണ്ണിയെല്ലാം കൊച്ചിൻ സെഞ്ചുറി എന്ന് പറയുന്ന ട്രൂപ്പിൽ പ്രോഗ്രാം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസാദേട്ടൻ അന്ന് വീഡിയോ CD-കൾ ഷൂട്ട് ചെയ്യാൻ വരും. അങ്ങനെയാണ് പ്രസാദേട്ടൻ എന്നെയും ഉണ്ണിനെയും എല്ലാം കൊച്ചിൻ ഗിന്നസിലേക്ക്, സ്വന്തം ട്രൂപ്പിലേക്ക്. അങ്ങനെ നിങ്ങളെ അവിടെ നിന്ന് ഞാൻ പൊക്കി അങ്ങനെ പൊക്കി. പക്ഷേ ഗിന്നസിൽ വന്ന ശേഷം ആദ്യം ഹരിഹരനാണ്, ഹരിഹരൻ ഗിന്നസ് എന്ന് പേരിട്ടത്. ഹരിഹരൻ നമ്മുടെ പെരുമ്പാവൂരുള്ള ഹരിഹരൻ. പിന്നീട് മനോജ് ഉൾപ്പെടെ, മുരളി ഉൾപ്പെടെ, സുബീഷ് ഉൾപ്പെടെ, അങ്ങനെ എല്ലാവരും പേരിൻ്റെ കൂടെ ഗിന്നസ് ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഗിന്നസ് ട്രൂപ്പ് ഇപ്പം എൻ്റെ അല്ല, ഞങ്ങളെല്ലാം ഗിന്നസ് ആക്കി. മനോജിൻ്റെ അല്ലേ ഗിന്നസ് ടീം. ഞാൻ ഇന്നാൾ ഇവിടെ കളക്ടറേറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പം കളക്ടർ പേര് പറയാനുള്ള ഞങ്ങൾ ഗിന്നസിൻ്റെ പരിപാടിയാണ്. അപ്പം ഞാൻ ചിരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാണ് നിങ്ങളുടെ അല്ല, ഞങ്ങൾ ഗിന്നസിൻ്റെ പരിപാടി എടുക്കുന്നത്. ഞാൻ മനോജിൻ്റെ, നമ്മൾ മനോജിൻ്റെ അല്ല, എൻ്റെയാണ് ഗിന്നസ്. നിങ്ങളാണോ ഗിന്നസ്? അപ്പോൾ നിങ്ങൾ കലാഭവനല്ലേ? ഞാൻ അതെ, കലാഭവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃസ്ഥാപനം, ഞാൻ എൻ്റെ സെക്രട്ടറിയാണ്. അതെ, എൻ്റെ ട്രൂപ്പാണ് ഈ ഗിന്നസ് എന്ന് പറഞ്ഞു. ഓ, ഞാൻ വിചാരിച്ചത് ഇങ്ങനെയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗിന്നസും കൊണ്ട് മനോജ് പോയി, ഞാൻ പോയി. അതുപോലെ തന്നെ ഞാൻ ഗിന്നസ് ആണെങ്കിലും ഞാൻ തുടങ്ങിയ ട്രൂപ്പ് കൊച്ചിൻ നവോദയ. അതെ, ഈ നവോദയ കൊണ്ടുപോയത് സാജു നവോദയ, ഭാഷാണ് സാധാരണ. ഞാൻ ഗിന്നസ് കൊണ്ടുവന്നു, ഞാൻ കൊച്ചിൻ നവോദയ തുടങ്ങി. എൻ്റെ നവോദയം കൊണ്ട് സാജു നവോദയം പോയി. കൊടുത്ത കൊല്ലത്തും കിട്ടുന്നുണ്ട്. പ്രസാദ 2000-ൽ താരങ്ങളില്ലാത്ത താരനിശ എന്നൊരു പ്രോഗ്രാമുമായി ഞങ്ങളെപ്പോലെ കുറെ കലാകാരന്മാർ അണിയിച്ചൊരുക്കി പ്രസാദേട്ട ഗൾഫ് നാടുകളിൽ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ, ശരിയല്ലേ? അതിൽ മറ്റ് പ്രോഗ്രാംസ് സാധാരണ നമ്മൾ 2-3 സ്റ്റേജ് കഴിയുമ്പോഴാണ് ഐറ്റം സെറ്റ് ആവുന്നത്. ഇത് ഫസ്റ്റത്തെ പ്രോഗ്രാം തന്നെ 7 ഐറ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 7ഉം ഹിറ്റായിരുന്നു. അത് മാത്രമല്ല, ആർട്ടിസ്റ്റുകൾ എല്ലാവരും പാട്ടും പാടും, ഡാൻസും ചെയ്യും. ആവശ്യതയായി പോകും പ്രോഗ്രാം കഴിയുമ്പോൾ. ആ ഒരു ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഞങ്ങളെപ്പോലുള്ള കുറേ പേരെങ്ങനെ സെറ്റ് ചെയ്ത്. അത് നല്ല ആർട്ടിസ്റ്റുകളായിരുന്നു. നിങ്ങളെല്ലാവരും നല്ല ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ്. എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് എന്നെക്കാളും കഴിവുള്ളവരെ. അപ്പോൾ ആ കഴിവുള്ളവരെ നോക്കി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പേര് നമുക്ക് കിട്ടുകയും ചെയ്യും. സൂത്രപ്പണി അത്. അല്ല, അതിന്റെ പിന്നിലൊരു വലിയൊരു എഫേർട്ട് ഉണ്ട്. വലിയ എഫേർട്ട് ഉണ്ട്. എന്തെങ്കിലും കാണിച്ചാൽ പോലെ റിഹേഴ്സൽ ചെയ്ത് നമ്മൾ പെർഫെക്റ്റ്. ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾക്ക് ഒരു റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ അവരെന്തോ കൊല്ലാൻ പിടിക്കണ പോലെയാണ്. ഒന്ന് വണ്ടിയിലിരുന്ന് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞാൽ പോലും ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കര മടി. മറ്റത് അങ്ങനെയല്ലല്ലോ. നമ്മൾ അവിടെ ചെന്ന് ആദ്യത്തെ സ്റ്റേജുകളിലൊക്കെ ആളുകൾ കുറവാണ്. 2 സ്റ്റേജങ്ങ് കഴിഞ്ഞ് ആളുകളങ്ങ് ഫില്ലാകാൻ തുടങ്ങിയിട്ട് പിന്നെ ഒരു 16, നമ്മൾ 12 ഷോ എന്ന് പറഞ്ഞപ്പോൾ ഒരു 16-17 ഷോ ചെയ്തു. ഞാൻ മറക്കാത്ത ഷോ കുവൈറ്റ് ഇന്ത്യൻ ആർട്ട് സർക്കിളിൽ നമ്മുടെ കാലിൻ്റെ അടുത്ത് വരെ ആളുകൾ സ്റ്റേജിൽ നിൽക്കുന്നു. ഇവിടെ അത് 3 ഷോ. ഈ ഓഡിയൻസിൻ്റെ കൈയെല്ലാം സ്റ്റേജിൻ്റെ മുകളിലോട്ടാണ്. കാരണം ഈ ഓഡിയൻസും ഈ സ്റ്റേജുമായിട്ടുള്ള ഗ്യാപ്പ് മുഴുവൻ ഓഡിയൻസ് 2 സൈഡിൽ. അത് മാത്രമല്ല, മറ്റേ ഒരു വലിയ എന്താണ് പോസ്റ്റ് കൊണ്ടുവന്നിട്ട് ഈ വാതിലിടിച്ചിട്ട് തുറന്നു. വാതിലിടിച്ച് തുറക്കുകയും ഈ 2 വാതിലിൻ്റെയും വീജാഗിരികളില്ലേ, 8 വീജാഗിരി, ഈ വീജാഗിരി ഉൾപ്പെടെ പൊളിച്ച് അകത്തോട്ട് ആളുകൾ കയറുന്ന ഒരു സീൻ. അതൊന്ന് ഷൂട്ട് ചെയ്തിരുന്നെങ്കിലേ ലൈഫിലൊരു ജയവിജയന്മാരിലെ ജയൻ സാർ ഉണ്ടായിരുന്നു. ജയൻ സാർ ആദ്യത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പുള്ളിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാനുള്ള ഓഡിയൻസ് കയറാൻ. അതിൻ്റെ പുള്ളി 2ാമത്തെ ഷോ കൂടെ വന്നിരുന്ന് കണ്ടു. പുറത്തു പോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോഴും പുള്ളി എന്നെ കാണുമ്പോഴേക്കും നല്ല ഓർമ്മയാണ്. ഏത് പ്രവാസിയുടെ അടുത്ത് വരും, നാട്ടിലാണെങ്കിലും നമ്മുടെ അന്നത്തെ വീഡിയോ CD-കളെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. വീഡിയോ കാസറ്റ്, അത് അതിനകത്തെ ഹൈലൈറ്റ് ഓട്ടംതുള്ളൽ കളിച്ചു. മാത്രം ഇപ്പൊ ഗൾഫിൽ നിന്ന് വരുന്നവർ പറയും, വാപ്പിച്ചി അല്ലെങ്കിൽ അച്ഛൻ വന്നപ്പോൾ ഈ വീഡിയോ കാസറ്റ് കൊണ്ടുവന്ന് നിങ്ങളുടെ പ്രോഗ്രാം ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പലപ്പോൾ സിനിമയുടെ ലൊക്കേഷനിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ അസിസ്റ്റന്റോ അസോസിയേറ്റോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ, നിങ്ങൾ ചേട്ടാ നിങ്ങളുടെ ഈസ്റ്റേൺ കോമഡി ഷോ കണ്ടാണ് ഞങ്ങൾ ഓട്ടംതുള്ളൽ കണ്ടാന്ന് പറഞ്ഞു.
അത് വലിയൊരു അനുഭവമായിരുന്നു. ഭയങ്കര വെറൈറ്റി ആയിരുന്നു ഓട്ടംതുള്ളൽ. അത് മാത്രമല്ല അന്ന് നമ്മൾ ചുമ്മാ മിമിക്രിക്കാർ എന്ന് പറയുന്ന പോലെ അല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ കലാമണ്ഡലം പ്രഭാകരൻ മാസ്റ്ററാണ് ഓട്ടംതുള്ളലിലെ ഇവിടുത്തെ കേരളത്തിലെ നമ്പർ 1. അദ്ദേഹത്തെ ചെന്ന് കണ്ടു, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നു. മനോജൻ്റെ റൂമിൽ വന്ന് അദ്ദേഹമാണ് എൻ്റെ സ്റ്റെപ്സ് പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല എൻ്റെ കിരീടം അദ്ദേഹം പൂജിച്ച് അദ്ദേഹത്തിന് നമ്മൾ കാലിൽ തൊട്ട് വന്നിച്ച് ദക്ഷിണ കൊടുത്തിട്ടാണ് നമ്മളത് എടുത്തത്. അപ്പം അതിനൊരു ഗുരുത്വമുണ്ട് തീർച്ചയായിട്ടും. അപ്പം അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ട്. അത് മാത്രമല്ല പ്രഭാകരൻ മാഷും ഞാനും കൂടെ ഇവിടെ പോയി അമ്പലപ്പുഴ ഇല്ലേ, അമ്പലപ്പുഴയിലാണല്ലോ നമ്മൾ കുഞ്ഞൻ നമ്പ്യാർ ഓട്ടംതുള്ളൽ നടത്തുകയും നിർത്തുകയും ചെയ്തത്. അപ്പം അന്ന് കൊട്ടിയ മിഴാവൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്നെ അതിനുശേഷം ഇവിടെ കലാമണ്ഡലത്തിലൊക്കെ കൊണ്ടുപോയി, എല്ലായിടത്തും കൊണ്ടുപോയിട്ട് പറയണതെന്ന് അറിയുമോ, നമ്മളുടെ തുള്ളലിനെ വീണ്ടും ജനകീയമാക്കിയ വ്യക്തിയാണിത് എന്ന് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തുക പുള്ളി. മനസ്സിലായില്ലേ? മാഷ് ഭയങ്കര ഇതായിരുന്നു. എനിക്ക് അത്ഭുതമായി. കാരണം ഞാൻ ഓട്ടംതുള്ളലൊന്നും പഠിച്ചിട്ടില്ലല്ലോ. പഠിച്ച ഗുരുക്കന്മാരുടെ മുമ്പിലേക്ക് നമുക്കൊരു പിന്നെ മേക്കപ്പിന് അത് ഇവിടെ ഷൂട്ട് ചെയ്താണല്ലോ, കുറച്ച് ഭാഗം ഇവിടെ ഷൂട്ട് ചെയ്തു. അപ്പോൾ പലരും ചോദിക്കും കറക്റ്റ് മേക്കപ്പ്. ഞാൻ പറഞ്ഞു സാക്ഷാൽ കലാമണ്ഡലം പ്രഭാകരൻ മാസ്റ്ററാണ്. അത് മനോജ് ഭാഗ്യവാനാണ്. അങ്ങനെ അദ്ദേഹം മേക്കപ്പ് ചെയ്ത. പിന്നെ തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പഠിക്കാത്ത നമ്മൾ എന്തൊക്കെയോന്നല്ലെങ്കിൽ അതിന്റെ ചെറിയൊരു ഈണം വെച്ചങ്ങോട്ട് കളിച്ചു എന്നുള്ളത് അതൊന്നും അല്ല ശരിക്കും ഓട്ടംതുള്ളൽ. എനിക്ക് അതിലൊരു ഹ്യൂമർ ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള പോരായ്മകളൊക്കെ അതിനകത്ത് മറികടന്നു. അതാണ് അതിനകത്തുള്ള. അപ്പോൾ ഹ്യൂമർ ഇല്ല എങ്കിൽ ഇത്രയും പെർഫെക്ഷൻ വരില്ല, ഇത്രയും ക്വാളിറ്റി ഫീൽ ചെയ്യില്ല. അത് ഒരു സറ്റയറാണ് നമ്മൾ അവതരിപ്പിച്ചത്. ഇവിടുന്ന് കുറേ സംഘങ്ങൾ, സിനിമാ സംഘങ്ങൾ ഗൾഫിൽ പോവുകയും അവിടെ ചെന്നിട്ട് ഗിഫ്റ്റ് വാങ്ങാനും നടിയുടെ കൂടെ ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള പ്രവാസികളുടേതായ ചെറിയ തമാശകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി. അത് മാത്രമല്ല എൻ്റെ ഡാൻസും പാട്ടുകാരും ഒരുപാട് പേര് അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടു. ആ ഒരു ബാനർ ഇപ്പോഴും കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. എപ്പോഴും ആയാലും നമ്മൾ ഇപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഈ അടുത്തും എൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ അന്നത്തെ പോലെ അതേ ടീം മനോജിനെയും ഉണ്ണീനെയും ടിനി ടോമിനെയും ഒക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളിന്ന് സുബിയാണ് പിന്നെ വിട്ടുപോയത്, ബാക്കി എല്ലാവരും കൊണ്ട് വീണ്ടും ഒരു ഷോ അതുപോലെ നടത്താൻ പറ്റുമോ? അതുപോലെ ഇനി ആവില്ല. കാരണം ഈ കൊറോണ വന്ന ശേഷം ആളുകൾ യൂട്യൂബിൽ ഈ കോമഡി കണ്ട് ഇപ്പോൾ പണ്ട് ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന ചിരിയുടെ പകുതി ഇപ്പോൾ ഓഡിയൻസ് ചിരിക്കണുള്ളൂ. ആ ചിരിയുടെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി. ചിരി കിട്ടാവുന്ന സാഹചര്യങ്ങൾ ഒരുപാടായി. ട്രോളുകളായിട്ടും തഗ്ഗുകളായിട്ടും കോമഡികളായിട്ടും എല്ലാവരും ചെറിയ ചെറിയ കോമഡികൾ ഇട്ടുകൊണ്ടിരിക്കുക. അന്ന് അതൊന്നും ഇല്ല. അപ്പോൾ അതെല്ലാം കൂടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം അതിനെയൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ പ്രോഗ്രാം നടത്തിയാലേ ഇപ്പം രക്ഷപ്പെട്ടിങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. കലാഭവനിലുണ്ടായിരുന്ന കാലത്തെ എന്തെങ്കിലും ഒരു അനുഭവങ്ങളൊക്കെ? കലാഭവനിൽ വേറൊന്നുമല്ല, ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ അവിടെ വന്ന് അത് കണ്ടിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഉഴപ്പുണ്ടല്ലോ ആർട്ടിസ്റ്റുകളുടെ, ആ ഉഴപ്പ് മാറിക്കിട്ടേനെ. നമ്മൾ പോലും ഈസ്റ്റേണിനേക്കാളും കൂടുതൽ ആണ്. നമ്മളൊരു ഐറ്റം അവതരിപ്പിച്ചു, ഒരു കോടതി എന്ന് പറഞ്ഞ ഐറ്റം അവതരിപ്പിച്ച് കഴിഞ്ഞ് പോയാൽ പിറ്റേ ദിവസം രാവിലെ അതൊരു 15 പ്രാവശ്യം നോക്കും. അത് തന്നെ കളിച്ച് വീണ്ടും കളിച്ച് ഉച്ചക്ക് ഊണ് കഴിക്കും, തിരിച്ചു വന്നു വീണ്ടും അത് കളിച്ച് അങ്ങനെ പെർഫെക്റ്റ് ആക്കും. അപ്പോൾ ഞാനൊരു ഇത്തിരി പിടിഭാഷയാണ്, റിഹേഴ്സൽ ചെയ്യണതിന് അറിയാമല്ലോ. പിന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് മനോജ് ഒരിക്കൽ KS പ്രസാദ് മുർദാബാദ് എന്ന് പറഞ്ഞ് എന്നെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. കാരണം കഷ്ടപ്പാട് കണ്ടിട്ട്. ഓർമ്മയില്ലേ? നീതി പാലിക്കുക. കാരണം അങ്ങനെയല്ല, നമ്മുടെ ആ ലാസ്റ്റത്തെ ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, മറ്റേ മസാല മിക്സ്, ഡ്രസ്സ് മാറി വരണ്ടേ. അപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കും, എങ്ങനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഡ്രസ്സ് മാറി എന്ന് ചോദിക്കും. അപ്പോൾ മുർദാബാദ് വിളിച്ചിട്ടുണ്ടോ? അത്രയും എല്ലാവരും പണിയെടുക്കണ്ടേ, പക്ഷെ ആ പണിയെടുത്തതിന്റെ പെർഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഉഴപ്പി അങ്ങനെ അത് മതി, നീ ഇത് പറഞ്ഞാൽ അത് ഒരു കമ്മിറ്റ്മെന്റ് കുറഞ്ഞു പോയി പ്രേക്ഷകനോടുള്ള. പിന്നെ അതുപോലെ തന്നെ ടൈം മിഷൻ കോമഡി ഷോ പുതിയൊരു കൺസെപ്റ്റ് ആയിരുന്നു. നമ്മുടെ മാർജിൻ ഫ്രീ കോമഡി ഷോ അതൊരു കൺസെപ്റ്റ് ആയിരുന്നു. USA മാർജിൻ ഫ്രീ അല്ലേ നമ്മുടെ USA നടന്നത്? അത് പക്ഷെ അത് കൊച്ചിൻ ഗിന്നസ് USA ആയിരുന്നു ഏറ്റവും ഹിറ്റായി. അതൊരു ഫീലിങ്സ് ഉണ്ടാക്കിയ ഒരു കാസറ്റായിരുന്നു. അപ്പോൾ പിന്നെ ഇനിയിപ്പം കാസറ്റിൽ നമ്മളിപ്പോൾ ഒരു 10, 28, 30 കാസറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ റെക്കോർഡ് ആർക്കും മറികടക്കാൻ പറ്റില്ല. കാരണം എന്താ, കാസറ്റ് ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ അത് ആ റെക്കോർഡ് അങ്ങനെ ടോപ്പ് ലെവലിൽ ട്രൂപ്പിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ പലരും നമ്മുടെ ഇവിടെ വരുന്നവർക്ക് എന്തായാലും അനുഭവങ്ങൾ ഉണ്ടാവും. എവിടെയെങ്കിലും സെക്കൻഡ് പരിപാടി പൊളിഞ്ഞതോ അല്ലെങ്കിൽ പിടിച്ചു നിർത്തിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായി. നമ്മൾ ഭാഗ്യവന്മാരാണ്. കാരണം നമ്മൾ വന്നത് ആ കലാഭവൻ്റെ കളരിയിൽ നിന്നാണ്. ആവലച്ചൻ എന്ന് പറഞ്ഞാൽ റിഹേഴ്സലിൻ്റെയും അതിൻ്റെ പെർഫെക്ഷൻ്റെയും ഉസ്താദാണ്. ഇത് ചെയ്ത് വന്നുകൊണ്ട് കലാഭവനിൽ പോയിട്ടൊരു പരിപാടി പൊളിഞ്ഞു. പിന്നെ സൗണ്ടിൻ്റെ ഒരു പ്രശ്നം കാരണം മഴ വന്നിട്ട് ജനറേറ്റർ വർക്ക് ചെയ്തില്ല. ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെയാണ് വന്നിട്ടുള്ളത്.
അല്ലാതെ കലാഭവൻ്റെ ഒരു ഷോ മിമിക്സ് പീരീഡ് പൊളിഞ്ഞു എന്ന് ചിന്തിക്കാൻ പോലും വയ്യ. ആ ഒരു സ്കൂളിൽ നിന്ന് വന്നുകൊണ്ട് ആ സ്കൂളിൽ നിന്ന് വന്നുകൊണ്ടാണ് നമ്മുടെ ഈസ്റ്റേൺ മുതലുള്ള നമ്മുടെ ഗിന്നസിൻ്റെ പരിപാടി. ഗിന്നസിൻ്റെ പരിപാടി പോയിട്ട് എവിടെയാണ് പൊളിഞ്ഞത്? കാരണം നമ്മൾ ആ സ്കൂളാണ് വന്നേക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ തിക്ത അനുഭവങ്ങൾ ഏറ്റവും കുറവ് കിട്ടിയിരിക്കുന്ന ഒരു സംഘമായതെന്ന് നമുക്ക് അഭിമാനിക്കാം. കുറവാന്ന് പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലായില്ലേ നമുക്ക്. ടെക്നിക്കൽ ഇഷ്യൂസ്, പ്രകൃതിക്ഷോഭം ഉണ്ടാകാം. സ്റ്റേജ് പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങൾ ജയറാമും സാന്നിധ്യനൊക്കെ ആയിട്ട് പോകുമ്പം ഒരു ക്ലാസ് റൂം കളിക്കും. അപ്പോൾ അവസാനം ഇങ്ങനെ ചാടി എഴുന്നേക്കും, ചാടുമല്ലേ, ചാടുന്ന സമയത്ത് സ്റ്റേജ് ബ്ലം എന്ന് പറഞ്ഞ് പൊളിഞ്ഞ് താഴെ പോയി എല്ലാം താഴെ പോയി. എന്നിട്ട് അങ്ങനെയൊക്കെ സ്റ്റേജിൽ നിന്ന് പരിപാടി സംഭവിച്ചിട്ടുണ്ട്. ആബേലച്ചനുമായിട്ടുള്ള അനുഭവം, ആബേലച്ചൻ്റെ ഒരു പെർഫെക്ഷൻ ഭയങ്കരമാണ്. കാരണം നമ്മളിപ്പോൾ ഗാനമേളയൊക്കെ നടത്തുമ്പോൾ ഇപ്പോൾ സീക്വൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാനമേളയാണല്ലോ. ഏത് പാട്ടാന്ന് പറഞ്ഞാൽ വിട്ടുകൊടുത്താൽ മതി. ബാക്കി എല്ലാ ഗാനമേളയും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 80-90% ഓക്കെയാണ്. മറ്റേത് അങ്ങനെയല്ല, എല്ലാം ലൈവായിട്ട് വായിക്കണം. അപ്പോൾ അത്രയും റിഹേഴ്സൽ നടത്തണം. അപ്പോൾ നമ്മൾ ലൈവായിട്ട് വായിച്ചിട്ട് റിഹേഴ്സൽ നടത്തിയിട്ട് അത് കാസറ്റിൽ റെക്കോർഡ് ചെയ്തിട്ട് കലാഭവൻ്റെ ഓഡിറ്റോറിയത്തില്ല, അത് സ്പീക്കറിൽ വെച്ച് കേൾക്കുമ്പോൾ തന്നെ ഒറിജിനലും വെക്കുമല്ലോ. ഒറിജിനൽ കാസറ്റ് വെച്ചിട്ടാണുള്ളത്. ഒറിജിനൽ വെക്കും, പിന്നെ നമ്മുടെയും വെക്കും. വെച്ച് കഴിയുമ്പോൾ ഏതൊക്കെ സാധനങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്നുള്ള ആ സ്പീക്കറിൽ തന്നെ വെക്കുന്നത്. അതിനുള്ള സൗകര്യം കലാഭവനിലേ ഉള്ളൂ എന്ന്, വലിയ ഓഡിറ്റോറിയം സ്പീക്കറൊക്കെ വെച്ചിട്ട്. എന്നിട്ടത് ക്ലിയർ ചെയ്യും. ആ ഓഡിയോ കാസറ്റ് കേട്ടിട്ട് എവിടെയാണ് മിസ്റ്റേക്ക് ക്ലിയർ ചെയ്യും. അതുപോലെ നമ്മൾ ഈ 15 പേരുടെ ഓർക്കസ്ട്ര ആയിട്ട് പോയിട്ട് നമ്മൾ വിദേശത്ത് പോയി കഴിയുമ്പം ആകെ 5 പീസേ ഉണ്ടാവുള്ളൂ. 5 പീസ് ആകുമ്പോൾ നമ്മൾ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ കുറേ സാധനങ്ങൾ വായിക്കാൻ വിട്ടുപോകും. ചെറിയ ബെൽസ് ഒക്കെ വിട്ടു, ചില ഈ സാധനമൊക്കെ ഇല്ല, അതൊക്കെ വിട്ടുപോകുന്നതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് ഒന്ന് സ്പീക്കറിലിട്ട് കേൾക്കുമ്പോഴാണ് നമ്മുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാകുന്നത്. അത് ക്ലിയർ ചെയ്യും. അങ്ങനെ അത് ഒരു സൂത്രപ്പണിയാണ്. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോയും ഓർമ്മയുണ്ടോയെന്നറിയില്ല, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഐറ്റം മുഴുവൻ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ കാസറ്റിലിട്ട് പ്ലേ ചെയ്തിട്ട് നമ്മുടെ ഷൂട്ടിങ് കുഴപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പെർഫെക്ഷൻ ആക്കിയത്. ഓർമ്മല്ലേ? അത് എനിക്ക് കിട്ടിയത് കലാഭവനിൽ നിന്നാണ്. അത് വലിയൊരു കാര്യം. കാരണം ഈ ഷൂട്ട് ചെയ്ത് കാണുമ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റേ പറഞ്ഞാലും നമുക്ക് വ്യക്തമല്ല. ഇത് കാണുമോ, ശരി അവിടെ ഇത്തിരി അടുത്ത് നിന്ന് നന്നായിരുന്നു, കുറച്ച് ചാടി മാറി നന്നായിരുന്നു എന്നുള്ളത് നമുക്ക് അത് കറക്റ്റ് സാധനം. തിക്താനുഭവം. ഈ ഐഡിയ അബേലച്ചന്റെ ആണോ അല്ലെങ്കിൽ അത് ആരുടെയായിരുന്നു? അല്ല, അച്ഛൻ തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. അച്ഛൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ ആണ് അത്. അച്ഛൻ്റെ ചിന്ത എന്ന് ആലോചിച്ചു ഭയങ്കര അല്ലേ. അത് മാത്രമല്ല തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട് നമുക്ക്. നമുക്ക് ഉണ്ട്. നമ്മളാ കുവൈറ്റിലെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ എയറിൽ നിൽക്കുക. പിറ്റേ ദിവസം സാധാരണ ഒരു എയർപോർട്ടിൽ 2-3 പേര് വന്ന് നമ്മളെ സെൻഡ് ഓഫ് ചെയ്യും. അന്ന് സെൻഡ് ഓഫ് ചെയ്യാൻ 150 പേരുണ്ടായിരുന്നു, ഓർക്കണല്ലേ, കുവൈറ്റ് എയർപോർട്ടിൽ. അന്ന് നമ്മുടെ കോസ്റ്റ്യൂം ബാഗ് നമ്മൾ മറന്നുപോയി. കാസറ്റ് മറന്നുപോയി. നമ്മളൊരു 14-15 പരിപാടി ഷൂട്ട് ചെയ്ത കാസറ്റ് നമ്മൾ മറക്കുകയും പോവുകയും ആകെ കയ്യിൽ അവിടുത്തെ ഓഡിയൻസിന്റെ ഒരു 6 കാസറ്റ് മാത്രം കയ്യിലുള്ളൂ. എന്നിട്ട് ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ മുഴുവൻ കൊച്ചിയിൽ വന്നിട്ട് നമ്മൾ റീഷൂട്ട് ചെയ്തെന്ന് പലർക്കും അറിയാൻ പാടില്ല, മനസ്സിലായി, ബാക്കി എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, മസ്കറ്റ് ചെന്നപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂംസ് ഒന്നുമില്ല, ഇല്ലാതെ വന്ന് ഞാനും ഹമീദ് ഇങ്ങോട്ട് പോയിട്ടാണ് അവിടുന്ന് കോസ്റ്റ്യൂം ഓരോ സാധനങ്ങളൊക്കെ, വാളും പരിചയമൊക്കെ വെറുതെ ഇങ്ങനെ പിടിച്ചിട്ടുള്ളൂ, വാളും ഇല്ല, പരിചയമില്ല, എല്ലാം ആക്ഷൻ. അങ്ങനെ നമ്മൾ ഈ പ്രോപ്പർ കോസ്റ്റ്യൂംസ് ഒന്നും ഇല്ലാതെ രാജാപാർട്ടൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കി രാജാവായി. അങ്ങനെ ഞങ്ങൾ ഒപ്പിച്ച് കളിച്ചു. അതൊരു ഭയങ്കര ജീവിതത്തിലെ അനുഭവം. ഇപ്പോഴും നമ്മൾ ഓരോ ഷോ പോകുമ്പോഴും 16 പെട്ടി എണ്ണും ഇവിടുന്ന്. എന്നിട്ട് ഇവിടുന്ന് കയറ്റുമ്പോൾ 16 പെട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്യും. അവിടെ ചെന്ന് ആദ്യം 16 ഉണ്ടോ എന്ന് നോക്കും. കാരണം നമ്മളെല്ലാം സ്റ്റേജിൽ എത്തുമ്പോഴേ അറിയുള്ളൂ, എല്ലാവരും പറയുക ആ കൃത്യമല്ലാതെ ഇതുവരെയും ഒരെണ്ണം മിസ് ചെയ്തിട്ടില്ല. കാരണം അന്നത്തെ മിസ്സിങ്ങിൻ്റെ ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ എല്ലാ പെട്ടികളുടെയും മുകളിൽ നമ്മൾ റിബൺ കെട്ടിയിടും. അപ്പോൾ ഈ പെട്ടികൾ വരുന്നതെല്ലാം കൃത്യം അറിയാൻ പറ്റും. ഇതൊക്കെ നമ്മൾ അനുഭവങ്ങൾ കൊണ്ട് പഠിക്കുന്നതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പിന്നെ നമുക്കൊരു തട്ടുകേട് പറ്റിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോന്ന് അറിയില്ല. പ്രസാദ് ഏട്ടനും ഞാനും ടിനി ടോമും കൂടെ ദുബായ് അൽനാസറിൽ ഒരു പ്രോഗ്രാം ചെയ്തു, ഓർമ്മയുണ്ടോ? അൽനാസറിൽ അത് നമ്മുടെ ഈ ഗിന്നസ് തുടങ്ങി നമ്മുടെ ശേഷമല്ല, അതിന് മുമ്പ്, ഗിന്നസിന് മുൻപ് നമുക്ക് സ്പീക്കർ ഇല്ല, മോണിറ്റർ ഇല്ലായിരുന്നു. അൽനാസറില് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിൽ ഓഡിയൻസ് ഇരിക്കും, അവർക്ക് കേൾക്കാൻ പറ്റില്ല, അവർ കുഴി പൊളിച്ചുകൊണ്ടിരിക്കും. നമ്മളങ്ങനെ കയറി, ഞാനും പ്രസാദ് ഐറ്റ് ചെയ്താൽ എനിക്ക് ഓർമ്മയില്ല, ടിനി ഉണ്ട്, ഞാനുണ്ട്, പ്രസാദ്. നമ്മൾ പറയണത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമ്മൾ അടുത്ത് നിന്ന് പറയണത്
ഇങ്ങനെ ടൈമിംഗ് എല്ലാം പൊളിഞ്ഞ് കൂവി നമ്മള് പിന്നെ ലിപ്പ് അനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു, എന്തൊക്കെയോ കളിച്ചു. എന്നിട്ട് പ്രസാദം പറഞ്ഞ അല്ല പ്രോഗ്രാം തുടങ്ങി പ്രസാദം പറഞ്ഞൊരു വാക്കുണ്ട്, ഇനി മനോജ് നമ്മുടെ കുറേ സ്പോൺസർമാര് ഫ്രണ്ടിൽ വന്നിരിപ്പുണ്ട് പരിപാടി കാണാൻ, ഈ പ്രോഗ്രാം വിജയിച്ചാലാണ് നമുക്ക് കാര്യം നോക്കാം. നമ്മള് 8 നിലയെ പൊട്ടിപ്പോയി പോയി. അത് എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം ഞാനിപ്പോ ഓർക്കാം നമ്മൾ റൂമിൽ ചത്ത് കിടക്കങ്ങനെ. അല്ല എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്ന അറിയുമോ, വീണ്ടും നമ്മൾ ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ അൽനാസറിൽ പോയി. കാരണം 10,000 വാട്സ് ഉണ്ടെങ്കിൽ 1,000-2,000 വാട്സ് കൊണ്ട് വെച്ചിട്ട് അവിടെ പോയി. ആ ഒരു സ്റ്റേജ് മാത്രമേ നമ്മൾ പോയത്. കാരണം അതിനുശേഷം അൽനാസറിൽ പ്രോഗ്രാം ഉണ്ടോ ഞാൻ രാവിലെ ചെല്ലും. രാവിലെ ചെന്നിട്ട് അവിടെ നിന്ന് പാട്ട് പാടി സംസാരിക്കും. എന്നിട്ട് ഞാൻ ഈ അൽനാസറിൻ്റെ ചുറ്റും നടന്നിട്ട് ഏത് പോയിന്റിലാണ് ഇല്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീക്കർ തിരിച്ച് അടുത്ത ഷോ മുതൽ പെർഫെക്ഷൻ ആക്കി. അതൊക്കെ ജീവിതത്തിലെ അനുഭവമാണ്. റെക്കോർഡിംഗ് ഇട്ട് എന്തും കാണിക്കാം അവിടെ. ലൈവ് മൈക്ക് വെച്ച് സംസാരിച്ച ഈ ആളുകൾക്ക് ഇപ്പൊ പഠിച്ചുപോയി. ഇപ്പൊ അവിടെ നല്ല ഉഗ്രൻ സൗണ്ട് എഞ്ചിനീയേഴ്സ് അവരെ ടെക്നോളജി പഠിച്ചുപോയി. അന്ന് അത് പഠിക്കാത്ത കാലഘട്ടമായിരുന്നു. നമ്മളെയൊക്കെ പാഠം പഠിപ്പിച്ചവര്, നമ്മൾ പഠിച്ചവിടെ കിടന്ന് തഴമ്പിച്ച് കയറി പോന്നു. ആദ്യകാല വീഡിയോ സീഡികളുടെ അന്ന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ സ്റ്റേജ് ഷോ മാത്രമായിട്ട് കണ്ടുകൊണ്ടിരുന്നു. ഞാനാണ് ആദ്യം ഓഡിയൻസിൻ്റെ റിയാക്ഷൻ ചേർത്ത് എടുക്കാൻ തുടങ്ങിയത്. ഓഡിയൻസിൻ്റെ റിയാക്ഷൻ കൊണ്ടുവന്നു. അത് മാത്രമല്ല, നമ്മൾ ഈ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും വലിയ ആഗ്രഹമാണ് ഈ അഭിനയിക്കാനായിട്ട്. മനോജൻ ഉൾപ്പെടെ അഭിനയിക്കാനെന്ന് വെച്ചാൽ എല്ലാവർക്കും താല്പര്യമാണ്. അപ്പോൾ ഇവരെല്ലാം കൊണ്ട് നമ്മൾ ചെറിയ ഔട്ട്ഡോർ സ്കിറ്റുകളും അതുപോലെ പാട്ടുകൾ പാടുമ്പോൾ അതിൻ്റെ ക്ലിപ്സ് എല്ലാം ഔട്ട്ഡോർ പോയി ഷൂട്ട് ചെയ്യും. പാട്ടുകാർക്ക് ഇഷ്ടമാണ് പുറത്ത് പോയി സൂട്ടും കോട്ടൊക്കെ ഇട്ട് പാടാൻ, കൂടെ പെൺകുട്ടികളൊക്കെ ആയിട്ട് ഒരുമിച്ച് പാടാൻ. അപ്പോൾ പാട്ടുകളുടെ ബീജി എല്ലാം നമ്മളിങ്ങനെ ഡെസേർട്ടിലൊക്കെ പോയി ഷൂട്ട് ചെയ്ത് മൊത്തം ഒരു സിനിമാറ്റിക് സ്റ്റൈലാക്കി എടുക്കും. ഇപ്പോൾ ആണെങ്കിൽ ഇവരെല്ലാം ചാനലിൽ വന്നിരിക്കുക. നമ്മൾ അതേപോലെ ഒരു പ്രോഗ്രാമാണ്, ഒരു ഔട്ട്ഡോർ ഒരു സ്കിറ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോവുമോ? ഇല്ല, എല്ലാവർക്കും ടി വിയിൽ വന്ന് ഇവർ ടി വി അല്ല, എല്ലാവർക്കും ഒരു മൊബൈൽ മതിയല്ലോ, ഒരു സ്വന്തം TV സ്റ്റേഷൻ തുടങ്ങാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതേപോലത്തെ ഒരു ഔട്ട്ഡോറൊക്കെ പോയിട്ട് ഷൂട്ടിങ്ങും കാര്യങ്ങളിലൊന്നും ഇപ്പം ആർട്ടിസ്റ്റുകൾ ഇനിയിപ്പോൾ അഥവാ വീഡിയോ കാസറ്റ് ഉണ്ടെങ്കിൽ CD ഉണ്ടെങ്കിൽ പോലും അത് യാതൊന്നും ആളുകൾക്ക് ഇൻട്രസ്റ്റ് പോയി. അപ്പോൾ അന്ന് അവരുടെ ഇൻട്രസ്റ്റ് എല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. അതെല്ലാം നമുക്കും ഗുണമായി അവർക്കും ഗുണപരമായി. വീഡിയോ കാസ്റ്റുകളിൽ അന്ന് ഹിറ്റായി. ഓട്ടംതുള്ളിൽ നമ്മൾ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും കലാമണ്ഡലം പ്രഭാരം മാസ്റ്റർ എന്നെയും കൊണ്ട് കലാമണ്ഡലത്തിൽ പോയി. അതുപോലെ തന്നെ ഇവിടെ കഥകളി ക്ലബിലൊക്കെ പോയിട്ട് പറഞ്ഞ് നമ്മുടെ ഈ തുള്ളലിനെ വീണ്ടും ജനകീയമാക്കിയ ആളാണ് കേട്ടോ ഇവർ കാസറ്റിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എല്ലാവരും എന്നെ പരിചയപ്പെട്ടു. അതെൻ്റെ ഒരു അഭിമാന നിമിഷമായിരുന്നു ഇദ്ദേഹം ഇത് ചെയ്തു. ഇത് കഴിഞ്ഞിട്ടാണ് എൻ്റെ മനസ്സിനകത്ത് എൻ്റെ മനസ്സിനകത്ത് ഈ കഥകളി, മോഹിനിയാട്ടം, ചാക്യാർകൂത്ത് ഇതൊക്കെ ഇങ്ങനെ ഒരു കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങൾ ഇതൊക്കെ പണ്ടും ഓരോ സ്ഥലത്ത് വരുമ്പോഴും എൻ്റെ നിന്ന് SLR ക്യാമറയാണ് ഞാൻ പോയി ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്ത് പടയണിയൊക്കെ നമ്മൾ തുടക്കം മുതൽ ചീകുന്നത് മുതൽ അവസാനം വരെയുള്ളത് ഞാനിങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ അത് ചെയ്തിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ 20-22 വയസ്സിലൊക്കെ. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു താല്പര്യമാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ചാക്യാർ കൂത്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ മനോജ് ആദ്യത്തെ സ്റ്റേജ് നമുക്ക് ക്ലിക്കായില്ല. അത് കഴിഞ്ഞിട്ട് ഈ സാധനം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പ്രഭാരം മാഷിനടുത്ത് ചെന്നു. പ്രഭാരം മാഷ് പറഞ്ഞു എൻ്റെ കീടം ഉണ്ടാക്കുന്ന ആളുകളില്ല, ഒരാളുള്ളത് ഇന്നൊരു സ്ഥലത്തുണ്ട്. അപ്പം ഞാൻ അവിടെ പോയി, ചേർത്തലയിലോ ചൊട്ടാനിക്കലോ എവിടെ പോയിട്ട് അദ്ദേഹത്തിനെ കണ്ടു. അതിൻ്റെ ഒറിജിനൽ കിരീടം ഉണ്ടാക്കി തന്നു. അതും ഇതേപോലെ പൂജിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റേജിൽ ഈ കൂത്ത് അവതരിപ്പിക്കുന്നത്. അത് പിന്നെ മാള, നമ്മുടെ പ്രമോദ് മാളയാണ് കോമഡിയും മിമിക്സും പിന്നെ ഞാനും എന്ന പ്രോഗ്രാമിൻ്റെ ഒരു 200ാമത്തെ എപ്പിസോഡ് അവതരിപ്പിച്ചു. അങ്ങനെ ഈ ആക്ഷേപഹാസ്യത്തിൻ്റെ തുടക്കമെന്ന് പറയുന്ന കൂത്തിൽ നിന്നായിരുന്നു. ആ കൂത്തും നമുക്കിപ്പോൾ ഈ കാലഘട്ടത്തിൽ ജനകീയമാക്കാൻ സാധിച്ചു. അതുപോലെ അതിനുശേഷം വന്ന മറ്റൊരു പരിപാടിയാണല്ലോ ഓട്ടംതുള്ളൽ. കൂത്ത് വന്ന അവിടെ ചെറിയൊരു ക്ലാഷ് ഉണ്ടായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ അന്ന് അതിൻ്റെ കഥ നമ്മളിപ്പോൾ ഇവിടെ പറയണ്ട. ആ ഓട്ടംതുള്ളിലും നമുക്ക് ജനകീയമാക്കാൻ സാധിച്ചു. അത് മനോജിലൂടെ കൊണ്ടുവരാൻ സാധിച്ചു. ഗൾഫിൽ പോയപ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഓർമ്മ ഏകദേശം അത് 20 മിനിറ്റിന്റെ അടുത്ത് ഉണ്ട് നമ്മുടെ ഓട്ടംതുള്ളൽ. അത് ഗൾഫിലെ കഥയാണ് നമ്മൾ അവതരിപ്പിച്ചത്. ആ കഥ ഞാൻ ചില പോയിന്റുകൾ പേപ്പറിൽ എഴുതി ഇങ്ങനെ നമ്മുടെ സ്റ്റേജിൽ ഇങ്ങനെ ഫ്രണ്ടിലിടും. ഇങ്ങനെ കളിക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഒരു വരി തെറ്റി അവിടുത്തെ എൻട്രി ചെയ്യുന്ന ആള് മിസ്സാവും, എല്ലാം മിസ്സാവും. പറഞ്ഞില്ലേ? അതെ. പലരും ചോദിക്കണം എങ്ങനെ ഇത് പഠിച്ച് ചെയ്തു. താഴെ എഴുതിയിട്ട് വരുന്നു. അതെ, എനിക്കത് ചില പോയിന്റ് എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാവില്ലേ. ഞാൻ പണ്ട്
മിമിക്രി അവതരിപ്പിക്കുന്ന കാലഘട്ടം, ഒറ്റയ്ക്ക് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടമുണ്ട്. അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കയ്യിലിങ്ങനെ എഴുതി വെക്കും, കയ്യിലല്ല ഒരു കടലാസിൽ, എൻ്റെ കടലാസ് എടുത്ത് ഇങ്ങനെ നോക്കും. നോക്കിയിട്ട് അടുത്തതായിട്ട് ഞാൻ ഒരു കുതിരക്കുളമ്പടിയുടെ ശബ്ദം അത് ഇനി നോക്കും. നോക്കിയിട്ട് പറയാം അടുത്തതായിട്ട് ഞാൻ കൊട്ടാരവാതിൽ തുറക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞിട്ട് തുറക്കുന്നു. ഇങ്ങനെ ഓരോരോ അടുത്തത് ഇങ്ങനെ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്ത് ബോറാ പ്രസാദെ കാണിക്കണം. എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, നീ ഇങ്ങനെ ഓരോന്നോരോ ഇങ്ങനെ ഒളിഞ്ഞു നോക്കണം എന്തിനാ. അത് അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് മെമ്മറിയിൽ കിട്ടില്ല, ചിലപ്പം വിട്ടുപോകും. പിന്നെ ഞാൻ ഈ മനോജിൻ്റെ ഐഡിയയിൽ താഴെ എഴുതിയിട്ട് അപ്പം അതെന്താ എഴുതാൻ കാര്യമെന്ന് വെച്ചാൽ താഴെ ഇങ്ങനെ പതുക്കെ നോക്കിയാൽ മതിയല്ലോ. ഞാൻ ഒരു ദിവസം ഇതേപോലെ സ്റ്റേജിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഇന്ന ശബ്ദം അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത് വീണ്ടും പോക്കറ്റിൽ കയറി എടുത്തു ഇന്ന് നോക്കിയപ്പോഴേക്കും ഉള്ളി 1/2 കിലോ, സവാള 2 കിലോ, 5 കിലോ. പേപ്പർ എടുത്തില്ല, മാറിപ്പോയി. ഞാൻ അവിടെ നിന്നങ്ങ് വേർക്കുക. ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. ഇതങ്ങ് വായിച്ചു കഴിഞ്ഞപ്പോൾ മൊത്തം എൻ്റെ റിലേ അങ്ങ് പോയി. അതിനുശേഷം ഞാൻ പിന്നെ പോക്കറ്റിൽ കൊണ്ട് നടക്കൂല. പോക്കറ്റിൽ കൊണ്ട് നടന്ന് സ്റ്റേജിൽ കയറുമ്പോൾ ഇതൊരു തുറന്ന് ഒന്ന് നോക്കും, കറക്റ്റ് തന്നെയാണെന്ന് ഉറപ്പിക്കും. ഉള്ളി, സവാള, വെളിച്ചെണ്ണ. എന്നിട്ട് പിന്നെ ഞാൻ അത് മാറ്റി. അപ്പോഴും ചിലപ്പോൾ സ്റ്റേജിലോട്ട് കയറി ചെല്ലുമ്പോൾ ഈ സാധനം താഴെ വെക്കാൻ പറ്റില്ല. കർട്ടൻ താന്ന് കിടന്നാൽ നമുക്കിത് വെക്കാം. ഇല്ലാത്ത സ്ഥലത്ത് അത് വെക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ വീണ്ടും കയ്യിൽ എഴുതിയിടാൻ തുടങ്ങി. അത് കുഴപ്പമില്ല. ആദ്യം ഒരു 4 എണ്ണം കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ എഴുതുക. കാരണം 10, 15, 20 ശബ്ദങ്ങളുണ്ടേ. റോക്കറ്റ് വിക്ഷേപണം ചെയ്യുന്നത്, റോക്കറ്റ് പോകുന്നത്, കോഴി മുട്ടയിടുന്നത്, പാല് കറക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ശബ്ദമുണ്ട്. ടൈപ്പ് റൈറ്റർ, പിന്നെ ലൂനയും കുതിരയും ഒരുമിച്ച് പോണത് എന്നൊക്കെ പറഞ്ഞു. അന്ന് ഭയങ്കര അത്ഭുതം അതൊക്കെ. അന്ന് ഈ പറ്റിയ അബദ്ധമാണ്. അതിനുശേഷം ഞാൻ ഈ മനോജ് ചെയ്യണ പോലെ പ്രീ ഡിഗ്രിക്കും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പരിപാടി ചെയ്തിട്ടുണ്ട്. സ്കൂൾ കാലഘട്ടം മുതലേ 6-ലൊക്കെ പഠിക്കുമ്പം ചെറിയ മോണോ ആക്റ്റുകൾ, പഴം തിന്നുക, എന്നിട്ട് പഴത്തിൻ്റെ തൊലി വലിച്ചെറിയുക, നടക്കുമ്പോൾ ആ തലി ചവിട്ടി നമ്മൾ വീഴുക, അതൊക്കെ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെയ്യും. 9-ാം ക്ലാസ് കഴിഞ്ഞ് 10-ലെത്തിയപ്പോഴാണ് മൈക്കിൽ ശരിക്കും ഒരു പ്രോഗ്രാം ചെയ്ത് ഒരു ഇംഗ്ലീഷ് ട്രെയിലറൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ. കാരണം ഞാൻ 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മിമിക്രി കണ്ടിട്ടുണ്ട്. ആരുടെ? ആലപ്പി അഷ്റഫിൻ്റെ, അതുപോലെ നെടുമുടി വേണു, ഫാസിൽ വേണുവിൻ്റെ മിമിക്രി ഞാൻ കണ്ടിട്ടുണ്ട്. അവർ രണ്ടിനും കൂടെ എറണാകുളത്ത് ഇവിടെ മറൈൻ ഡ്രൈവിൽ പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉള്ളിൽ കിടപ്പുണ്ട്. ഈ ഇംഗ്ലീഷ് ട്രെയിലറൊക്കെ അഷ്റഫൊക്കെ ചെയ്തൊക്കെ എനിക്ക് അറിയാം. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ പഠിച്ച് ചെയ്തു. അതോടുകൂടിയാണ് നമുക്ക് ഡിസ്ട്രിക്ട് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് പോകുന്നത്. അന്ന് മോണാക്ട് മത്സരമേ ഉള്ളൂ. അത് പഠിച്ചപ്പോൾ അവിടെ പ്രൈസ് കിട്ടുന്നു. അത് ഈ പ്രീ ഡിഗ്രിക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ പാരൽ കോളേജ് യൂത്ത് ഫെസ്റ്റിവലിൽ അന്ന് മിമിക്രി മോണാക്റ്റൊക്കെ പ്രൈസ് കിട്ടും. അന്നൊക്കെ ഭയങ്കര കയ്യടിയാണ് ഇവർക്ക്. അപ്പോൾ ക്ലാസ്സിലും ഞാൻ അതിൻ്റെ ഒരു സ്റ്റാറായിട്ടൊക്കെ നിൽക്കുക. കാരണം എനിക്ക് പ്രൈസ് കിട്ടിയതിൻ്റെ ഒരു ലെവലിൽ. അപ്പോൾ ഈ ക്ലാസ്സിലിരുന്ന് ഇങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരുത്തൻ എന്ന് വരച്ച്. അപ്പം സാർ ഇങ്ങനെ തിരിഞ്ഞ് എന്നെ നോക്കിയിട്ട് വീണ്ടും പോയി ഇങ്ങനെ എടുത്തു. വീണ്ടും എഴുതിക്കൊണ്ടിരുന്നപ്പം ഇവൻ പറയുന്നു ഒരു കരച്ചില്. വീണ്ടും പുള്ളി തിരിച്ച് നോക്കി. ഞാൻ നോട്ടം മൊത്തം ഞാനല്ല ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഞാനല്ല. വീണ്ടും അപ്പം ഞാൻ ബാക്കിലോട്ട് നോക്കണ്ട ഇത് ആരാന്ന്. വീണ്ടും ഞാൻ പുള്ളി എഴുതാൻ തുടങ്ങിയപ്പോഴാണ് കോഴിയുടെ എന്ന് പറഞ്ഞ് വരെ വന്നാൽ ഞാൻ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു. സർ ഔട്ട് സാറേ ഞാൻ ഔട്ട്. അങ്ങനെ ഞാൻ ഇപ്പോഴും ആ സാറ് എപ്പോഴെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ എന്ന് ഞാൻ വേറെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെന്നെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഞാനല്ല അന്ന് ഇത് ചെയ്തതെന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ നാടകത്തിൽ നിന്ന് ഒരുപാട് കലാകാരന്മാർ ആദ്യകാലങ്ങളിൽ സിനിമാ താരങ്ങളായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന, ഇപ്പം എനിക്കടക്കം എന്നെ പോലുള്ള ഒരുപാട് കലാകാരന്മാർക്ക് അറിവില്ലാത്തൊരു കാര്യമാണ് ആരൊക്കെ ആയിരുന്നു നമ്മുടെ മുൻ തലമുറ, അതായത് സിനിമാ താരങ്ങളായ മിമിക്രി കലാകാരന്മാരൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹം. പഴയ ആളുകൾ ഈ മാത്യു പ്ലാത്തോട്ടം, അതുപോലെ തന്നെ കൊച്ചിൻ അനീഫയുടെ മിമിക്രി ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ കൊതുക് നാണപ്പൻ, അദ്ദേഹത്തിന്റെ 3 കൊതുകുകൾ അത് ഞാൻ കണ്ടിട്ടുണ്ട്, കോമഡി പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. ആലപ്പി അഷ്റഫിന്റെ ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അദ്ദേഹത്തിന്റെ മിമിക്രി കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ വേണു ഫാസിൽ സാറും നെടുമുടി വേണു മിമിക്രി മനസ്സിലായി. അന്ന് ഈ മരഞ്ചുട്ടി പ്രേമൊക്കെ കാണിക്കുമായിരുന്നു ഫാസിൽ സാറ്, ഈ പ്രേം നസീറിന്റെ ഒക്കെ അത് കാണിക്കും. പിന്നെ ഒരു കിളവനായിട്ടുള്ള ഒരു ക്യാരക്ടർ, അദ്ദേഹം തള്ളു മാത്രം അടിക്കുന്നു. ഇപ്പോൾ കണ്ടല്ലേ കേണലൊക്കെ, അതേപോലെ അന്നത്തെ ഉണ്ട്. അപ്പം പുള്ളി ശരിക്കും പറഞ്ഞാൽ ഡൽഹി പോയിട്ടില്ല പുള്ളി പറയണം. അങ്ങനെ പുള്ളി ഡൽഹി പോയി എന്ന് അല്ല ബോംബെ പോയി എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് പറയണേണ്.
എന്നിട്ട് അവിടെ ചെന്നപ്പം ബോംബെ ചെന്നപ്പോൾ എന്തൊക്കെ കണ്ടു എന്നൊക്കെ ചോദിക്കുമ്പം പുള്ളി പറയും അവിടെ താജ്മഹലൊക്കെ കണ്ടു. ബോംബെയിൽ താജ്മഹലാണ് അവിടെ ഡൽഹിയിലല്ലേ അത് എന്ന് ചോദിക്കും. അവിടെ ഡൽഹി ബോംബെ എന്നൊക്കെ പറഞ്ഞു, എറണാകുളം കൊച്ചി എന്നൊക്കെ പറഞ്ഞ പോലെ അടുത്തടുത്ത് എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളാണ്. താജ്മഹൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പോഴൊക്കെ പുള്ളി പരിഗണനയാണ്. താജ്മഹൽ എന്ന് പറഞ്ഞാൽ അത് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ 6 ഏഴിലൊക്കെ ആണെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട്. അന്നൊക്കെ നമ്മൾ ഭയങ്കര ചിരിയായിരുന്നു അതൊക്കെ. അല്ല, അന്ന് ചിരിക്കുമല്ലോ പ്രസാദ്, കാരണം വേറെ ഇതുപോലത്തെ പ്രകടനങ്ങളോ ഹാസ്യ പരിപാടികളോ. എന്നിട്ട് 9th 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഇതേപോലെ NN പിള്ളയുടെ നാടകം, അതിനു മുമ്പ് ഇവരുടെ മിമിക്രി ടൗൺ ഹാളിൽ. അപ്പം നമുക്കൊക്കെ വീട്ടിൽ 4 മണിക്ക് കയറണമല്ലോ. അപ്പോൾ 6 മണിക്കാണിത്. 5 രൂപ ടിക്കറ്റ്. 5 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അന്ന് കവിതയിൽ ഫസ്റ്റ് ക്ലാസ് ബാൽക്കണിക്ക് 3 രൂപയാണ്. അപ്പം ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5 രൂപ ഉണ്ടാക്കിയിട്ട് ഞാൻ പോയി അത് കണ്ടു. കണ്ടിട്ട് നാടകം കാണാൻ നിന്നില്ല, മിമിക്രി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓടി ബസ് കയറി വീട്ടിൽ വന്നു. അപ്പോൾ തന്നെ എവിടെ പോയിടാന്നൊക്കെ ചോദിച്ചതിൻ്റെ അടുത്ത്. അന്നും ഞാനിത് കാണാൻ പോകുമായിരുന്നു 9th 10th പഠിക്കുന്ന സമയത്ത് ഈ ഇവരുടെ. പിന്നീട് ഇപ്പോഴത്തെ തലമുറയിലുള്ള ഒരുപാട് പേര്, നമ്മൾ മമ്മൂക്ക ഉൾപ്പെടെ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു, മനസ്സിലായില്ലേ. പിന്നെ ജഗദീഷ് ചേട്ടനുണ്ട്, പിന്നെ ബാലേന്ദ്ര മേനോൻ, അങ്ങനെ ഒരുപാട് പേര് മിമിക്രി നമ്മളെ അറിയപ്പെടാത്ത ഒരുപാട് പേരുണ്ട്, പുറത്ത് പറയാതെ. അതിലൂടെ ഇവർ രക്ഷപ്പെട്ടിട്ടില്ല. മിമിക്രി ആർട്ടിസ്റ്റായിട്ട് ഒരിക്കലും ബാലേന്ദ്ര മേനോൻ ആരും അറിയില്ലല്ലോ. അദ്ദേഹം സംവിധായകനും നടനുമായിട്ടാണ് അറിയുന്നത്. അപ്പോൾ മറ്റ് ചിലവരൊക്കെ സിനിമയിലും അതുപോലെ മിമിക്രി കലാകാരനാണെന്ന് അറിയുന്നവരുണ്ട്. പക്ഷെ അന്ന് മീഡിയ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ജയറാമൊക്കെ മീഡിയ ഉള്ളതുകൊണ്ടാണ് ജയറാമിന് ഇപ്പോഴും ആളുകൾ പഴയ മിമിക്രി കണ്ടുകൊണ്ടിരിക്കുന്നത്, ദിലീപിനെയൊക്കെ. അങ്ങനെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ ഡയറക്ടേഴ്സ് വരെ പണ്ട് നമ്മൾ സലീം അഹമ്മദ് ആദാമിൻ്റെ മകൻ അബു സംവിധാനം ചെയ്ത പുള്ളി കോമഡി മിമിക്സും പിന്നെ ഞാനും തുടങ്ങി പല പരിപാടികളിലും പുള്ളി മിമിക്രി ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ അതിൽ നിന്നാണ് പുള്ളി, പിന്നെ പുള്ളിയുടെ റേഞ്ച് അങ്ങ് മാറി വേറെ ലെവലിലോട്ട് പുള്ളി വന്നു. അങ്ങനെ പലരുടെയും തുടക്കമെന്ന് പറയുന്നത് ഇതാണ് ഇതിൽ തീർച്ചയായിട്ടും. പിന്നെ അന്ന് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഹാസ്യകലാ പ്രകടനം എന്ന് പറഞ്ഞാണ്. അല്ല, മിമിക്സ് പരേഡൊക്കെ 81 നമ്മൾ ഉണ്ടാക്കിയത് ഹാസ്യകലാ പ്രകടനം. എന്നിട്ട് എന്തെങ്കിലും കോമഡികൾ അവതരിപ്പിക്കുക. അതുപോലെ കൊതുക് നാണപ്പനാണ് ഇതിനൊരു ഇത്തിരി കൂടെ ഒരു ലെവല് മാറ്റി 3 പേരായിട്ടൊക്കെ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള 2 പേര് ഇല്ല, അത് മാറിക്കൊണ്ടിരിക്കും, പലരും മാറും. ഇദ്ദേഹം ആണ് മെയിൻ ആർട്ടിസ്റ്റ്. എന്നിട്ട് പല അതിലും ട്രെയിലറും അതും ഇതുമൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് മറ്റേ മെട്രോ ഗോൾഡൻ വെയർ പ്രസൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടല്ലോ, ഒരു സിംഹം ഇങ്ങനെ എന്ന് പറഞ്ഞ ഇങ്ങനെ ആക്കുന്ന. അതിന് പുള്ളി ഒരു ഇത്രയുള്ളൊരു സാധനം കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കും, വെച്ചിട്ട് പുള്ളിയുടെ തല പുറത്തോട്ടും കിട്ടും, സിംഹത്തിന് വരും. എന്നിട്ട് പുള്ളി ആ തല ഇങ്ങനെ ഇട്ടിട്ടാണ് മെട്രോ ഗോൾഡൻ വെയർ പ്രസൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെയുള്ള ചില ഷോർട്സുകളാണ്. വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷമായിരുന്നു. ഞാൻ അത് മാത്രമല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറേ ഒരു 10-20 വർഷത്തിന് പുറകോട്ട് നമ്മൾ യാത്ര ചെയ്തു. ആ പഴയ ഓർമ്മകൾ, മറന്നുപോയ കുറേ കാര്യങ്ങൾ എനിക്ക് ഓർക്കാൻ സാധിച്ചു. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ശരിക്കും പറഞ്ഞാൽ മറ്റ് ഇൻ്റർവ്യൂ പോലെ ഒരു നൊസ്റ്റു എന്ന് പറയും ഇപ്പോഴത്തെ ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ജനങ്ങൾ ഇത് കേട്ട് കഴിയുമ്പോൾ അവർക്ക് എത്രത്തോളം നൊസ്റ്റു ആണോ അതോ അവർക്ക് ബോറാണോ എന്ന് നമുക്കറിയില്ല. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.